The second school of philosophy is yoga philosophy. Yoga school. Okay. ഈ സ്കൂളിൻ്റെ പ്രപ്പോണ്ടറായിട്ട് പറയുന്ന ആളാണ് പതഞ്ജലി. പതഞ്ജലി പക്ഷേ വേദിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളല്ല. നമ്മൾ പറഞ്ഞു ഈ റിലീജിയസ് ഫിലോസഫീസ് എല്ലാം ഏർലി വേദിക് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. പക്ഷേ യോഗ സ്കൂള് ഒരു ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അതും കഴിഞ്ഞിട്ട് പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് പതഞ്ജലി. പുഷ്യമിത്ര ശുംഗ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കോർട്ടിൽ ജീവിച്ചിരുന്ന സ്കോളർ, ഒരു സാൻസ്ക്രിറ്റ് ഗ്രമേറിയനും ഒരു യോഗാചാര്യനൊക്കെ ആയിരുന്നു പതഞ്ജലി. പതഞ്ജലിയുടെ ഫിലോസഫിയാണ് ദ യോഗ സ്കൂൾ ഓഫ് ഫിലോസഫി. ഇപ്പം നിങ്ങൾക്ക് യോഗ അറിയാം. യോഗ എന്തിനാ ചെയ്യുന്നത്? യോഗ നമ്മൾ കുറച്ച് ആസനങ്ങളൊക്കെ ചെയ്ത് പ്രാണായാമമൊക്കെ ചെയ്ത് നിൽക്കുന്ന സംഭവമാണ്. അങ്ങനെ ചെയ്യുന്ന വഴി എന്താ ഉണ്ടാവുന്നത്? ഫിസിക്കലി നമ്മൾ ഓരോ ആസനങ്ങൾ ചെയ്യുന്ന വഴി വി ഗെറ്റ് മെന്റൽ സ്ട്രെങ്ത്, അല്ലെ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെങ്ത് ഡിഫറെൻ്റ് അല്ല. ഫിസിക്കലി നമ്മൾ സ്ട്രെങ്ത് ഉണ്ടാവുന്നതനുസരിച്ച് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തും ഉണ്ടാവും, നമുക്ക് മെന്റൽ സ്ട്രെങ്ത്തും ലഭിക്കും എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് യോഗ ഫിലോസഫിയിൽ പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് തിയറി നിർവാണ എന്ന് വെച്ചാൽ സാൽവേഷൻ, നമ്മൾ മോക്ഷം എന്നൊക്കെ പറയത്തില്ലേ, നിർവാണ എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും? നിർവാണ മീൻസ് സാൽവേഷൻ, മോക്ഷം can be attained by mastering the body, mastering the mind and mastering the sense organs. നമ്മുടെ ശരീരം, മനസ്സ്, നമ്മുടെ ഓരോരോ സെൻസ് ഓർഗൻസ് ഇതിനെല്ലാം മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് മോക്ഷ. ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് മോക്ഷം ലഭിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഓക്കെ, ആൻഡ് ദേ ഓൾസോ അക്സെപ്റ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ഈശ്വര. നമ്മൾ സാഖ്യ ഫിലോസഫി പറഞ്ഞപ്പോൾ അവിടെ ദൈവം എന്നൊരു കോൺസെപ്റ്റ് പറയുന്നില്ല. അതുകൊണ്ടാണ് എത്തീസ്റ്റിക് എന്ന് പറയാൻ കാരണം. ഇവരങ്ങനെയല്ല. യോഗ ഫിലോസഫി ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവം ഉണ്ടായിരിക്കാം, ദൈവം എന്നൊരു കോൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യപ്പെടാം. പക്ഷേ യോഗ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട? ദൈവഭക്തി വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, യോഗ ചെയ്യണമെങ്കിൽ ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നോ ഒന്നുമില്ല. ദൈവം എന്നൊരു കോൺസെപ്റ്റേ വേണ്ട യോഗ ചെയ്യാൻ. ആർക്ക് വേണമെങ്കിലും യോഗ ചെയ്യാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് കോൺസെൻട്രേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫോക്കസ് ആണ്. മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് യോഗ ചെയ്യാൻ വേണ്ടത് എന്താണ്? കോൺസെൻട്രേഷൻ ആണ്, ഓ ഫോക്കസ്. അല്ലാതെ എന്ത് വേണ്ട? ദൈവം എന്നൊരു കോൺസെപ്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ദേ അക്സെപ്റ്റ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഈശ്വരൻ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ബിലീവ് ചെയ്യുന്നുണ്ട് അവർ അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ യോഗ ചെയ്യാൻ എന്ത് വേണ്ട? അത് വേണ്ട എന്നാണ് ഇവരുടെ നിർദ്ദേശം. യോഗ പ്രകാരം ഒരു 8 ലിംസ് പറയുന്നുണ്ട്. യോഗയ്ക്കകത്ത് 8 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു യോഗ ഫിലോസഫി ചെയ്യുന്നതിന് മുമ്പ് 8 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, 8 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നും യോഗയ്ക്കകത്ത് പറയുന്നുണ്ട്. എന്താണ് ആ 8 കാര്യങ്ങൾ? 1, യാമ. എത്തിക്കൽ ആംഗിളിൽ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് യാമ എന്ന് വെച്ചാൽ നിങ്ങൾ കള്ളം പറയാൻ പാടില്ല, നോൺ വയലൻസ് അതായിരിക്കണം നിങ്ങളുടെ ഐഡിയ, സ്റ്റീൽ ചെയ്യാൻ പാടില്ല, സെലിബസി മെയിൻറ്റെയിൻ ചെയ്യണം, അത് ബ്രഹ്മചര്യം മെയിൻറ്റെയിൻ ചെയ്യണം, നോൺ പൊസസീവ്നെസ് കാണിക്കാൻ പാടില്ല. അത് എത്തിക്കൽ ആംഗിളിൽ പറയുന്നൊരു കോൺസെപ്റ്റാണ്. യോഗ ഫിലോസഫിയിലെ എത്തിക്കൽ ആംഗിളിൽ പറയുന്നൊരു കോൺസെപ്റ്റാണ് യാമ എന്ന് പറഞ്ഞാൽ. യു ഷുഡ് പ്രാക്ടീസ് യാമ. കള്ളം പറയാൻ പാടില്ല, വയലൻസ് പാടില്ല, സ്റ്റീൽ ചെയ്യാൻ പാടില്ല, നോൺ പൊസസീവ്നെസ്, അതുപോലെ തന്നെ സെലിബസി ഒരു ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. യോഗ ഫിലോസഫി ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം യാമ. ദ സെക്കൻഡ് വൺ ഇസ് നിയമ. നിയമം എന്ന് വെച്ചാൽ സെൽഫ് ഡിസിപ്ലിൻ ആണ്. നമ്മൾ സ്വന്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട, സ്വയമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പ്യൂരിറ്റി, കണ്ടെയ്ൻമെന്റ്, ഓസ്റ്ററിറ്റി, സെൽഫ് സ്റ്റഡി, സറണ്ടർ ടു ഗോഡ്. ഗോഡ് എന്ന കോൺസെപ്റ്റിനെ ബിലീവ് ചെയ്യുന്നില്ലേ യോഗയ്ക്കകത്ത്? അങ്ങനെ പറയുന്നത്. നമ്മളൊരു സെൽഫ് ഡിസിപ്ലിൻ അറ്റൈൻ ചെയ്യണം യോഗ ചെയ്യണമെങ്കിൽ. ഓക്കെ, നമുക്ക് നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയല്ലേ, നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തെ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യു ഹാവ് ടു സെൽഫ് സറണ്ടർ ടു ഗോഡ്. ഓക്കെ, അതുപോലെ പ്യൂരിറ്റി, ഓസ്റ്ററിറ്റി, മാക്സിമം എത്ര എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. അത് നിങ്ങളെ ഇൻഡിവിജ്വൽ സെൽഫിനെ ബേസ് ചെയ്തിരിക്കും, എത്ര എഫേർട്ടുകൾ നിങ്ങൾ എടുക്കും എന്നുള്ളത്. ഇതെല്ലാം നിയമം, ദ റൂൾസ് ഓർ ദ സെൽഫ് ഡിസിപ്ലിൻ. ദെൻ ആസനാസ്, പോസ്റ്റേഴ്സ്, ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് നമുക്ക് സ്വീകരിക്കാം. പല മെഡിറ്റേറ്റീവ് പോസ്റ്റേഴ്സ്, യോഗ ചെയ്യാൻ ഒരുപാട് പോസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഫിസിക്കൽ പോസ്റ്റേഴ്സ് ഫോർ എ സ്റ്റേബിൾ ബോഡി ആൻഡ് മൈൻഡ്.
ഫിസിക്കൽ സ്ട്രെങ്തൻ കൂട്ടാൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആസനങ്ങൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പ്രാണായാമ, ബ്രീത്ത് അല്ലെ, ബ്രെത്ത് കൺട്രോൾ അത് കൊണ്ടുവരണം. റെഗുലേഷൻ ഓഫ് ബ്രെത്ത് ടു കൺട്രോൾ ദി ഫുഡ്സ്. പ്രാണയെ കൺട്രോൾ ചെയ്യാൻ പ്രാണായാമ ചെയ്യണം. പ്രത്യാഹാര, വിഡ്രോവൽ ഓഫ് സെൻസസ്. എല്ലാ സെൻസറി ഡിസ്ട്രാക്ഷൻസ് നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ഡിറ്റാച്ച് ചെയ്യാം. എല്ലാ ഡിസ്ട്രാക്ഷൻസ് നിന്നും ഡിറ്റാച്ച് ചെയ്യാം. പ്രത്യാഹാര. യാമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര. ഓക്കെ, ടോട്ടൽ 8 എണ്ണം ഉണ്ട്. ഇപ്പം നമ്മൾ 5 എണ്ണം ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ഇസ് ധാരണ ഓർ ധാരണ, മീനിങ് കോൺസെൻട്രേഷൻ. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ ഫിലോസഫി ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഫോക്കസ്. ഒരു 1 പോയിന്റഡ് ഫോക്കസ് ഉണ്ടാവണം. അത് ചിലപ്പോൾ ദൈവത്തിനെ ആകാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റും ആകാം. ഞാൻ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുന്നത് തെറ്റൊന്നും അല്ല യോഗ ഫിലോസഫിയിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ ബിലീവ് ചെയ്യാം, പക്ഷേ ദൈവത്തിൽ ബിലീവ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നമുക്ക് വേണ്ടത് കോൺസെൻട്രേഷനാണ്. അപ്പോൾ നോക്കുക, ധാരണ മീൻസ് കോൺസെൻട്രേഷൻ. ഒരു ഒബ്ജക്റ്റിലോ ഒരു തോട്ടിലോ ഒരു ദൈവത്തിലോ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 1 പോയിന്റ് ഫോക്കസ് കൊണ്ടുവരണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രാക്ടീസിങ് ദിസ് യോഗ. ആൻഡ് ധ്യാന, ധ്യാന എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്കറിയാം, മെഡിറ്റേഷൻ അല്ലേ? മെഡിറ്റേഷൻ, കണ്ടിന്യൂസ് കണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവണം. ദ ലാസ്റ്റ് വൺ ഇസ് സമാധി ഓർ അബ്സോർപ്ഷൻ. നമ്മളിൽ തന്നെ ലയിച്ചു പോവാന്ന് പറയത്തില്ലേ, ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബ്ലിസ് അതിലേക്ക് എത്തുക. ഏറ്റവും യോഗയ്ക്കകത്തുള്ള ഏറ്റവും അവസാനത്തെ ഘടകമാണ് ഈ ഒരു സമാധി എന്ന് പറയുന്നത്. നമ്മളിൽ തന്നെ ലയിച്ച് നിൽക്കുക. ഇപ്പോൾ പുറത്ത് എന്ത് നടന്നാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ദ സ്റ്റേറ്റ് ഓഫ് ബ്ലിസ് ഷുഡ് ഹാപ്പൻ. ദീസ് ആർ ദി 8 limbs ഓഫ് യോഗ ഫിലോസഫി. യോഗ ഫിലോസഫി ഫോളോ ചെയ്യണമെങ്കിൽ, പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ 8 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാ പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വച്ചേക്കുക. യോഗ ഫിലോസഫി പ്രപ്പോണ്ടഡ് ബൈ പതഞ്ജലി.